ഹായ് ഹലോ വെൽക്കം ടു മാനസീസ് മാത്സ് സൊല്യൂഷൻ. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുകയാണ്, മെഷർ തിയറി. ആൻഡ് ഞാൻ റെഫർ ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഏതാണെന്ന് വെച്ചാൽ ബാർട്ടിലിൻ്റെ ദ എലമെൻറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ലെബാക്ക് മെഷറാണ്. ആൻഡ് വാട്ട് ഈസ് മെഷർ തിയറി എന്ന് ചോദിച്ചാൽ അതായത് വിച്ച് ഈസ് ഡിസ്കസിങ് അബൌട്ട് ദ മെഷേഴ്സ് ഓഫ് sets. It may be length, size, volume, just like that. Okay, അപ്പോൾ നമുക്ക് എല്ലാ സെറ്റ്സിനും ഇത്തരത്തിലുള്ളതൊക്കെ എന്താണ് മെഷർ ചെയ്യാൻ സാധിക്കണമെന്നില്ല. ഇപ്പോൾ നമ്മൾ റിയൽ നമ്പർ സിസ്റ്റത്തിലോട്ട് വരികയാണെങ്കിൽ ഇൻ്റർവെൽസിന് നമ്മൾ ലെങ്ത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ലെങ്ത്ത് ഇപ്പോൾ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി അല്ലെങ്കിൽ ഓപ്പൺ ഇൻ്റർവെൽ എ ബി എന്ന് പറയുന്നതാണെങ്കിൽ അതിൻ്റെ ലെങ്ത്ത് ബി മൈനസ് എ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ദ സെറ്റ് ഓഫ് ഓൾ റേഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ദ സെറ്റ് ഓഫ് ഓൾ ഇറേഷണൽ നമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്രീറ്റ് സെറ്റ്, ഇതിനൊക്കെ നമ്മൾക്ക് ലെങ്ത്ത് അല്ലെങ്കിൽ സൈസ് അല്ലെങ്കിൽ എന്ത് തന്നെയായാലും അതൊരു എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുക നമ്മൾക്ക് എന്നതാണ് ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇതിലൂടെ മെഷർ തിയറിയിലൂടെ ഇതിനെല്ലാം ഒരു മെഷർ അസൈൻ ചെയ്യും. ഇറ്റ് മേ ബി ലെങ്ത്ത്, സൈസ്, വോളിയം എന്ത് തന്നെയാവട്ടെ. അപ്പോൾ ഇതിലൂടെയെല്ലാം നമ്മൾ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഒരു ന്യൂ ഇൻ്റഗ്രേഷൻ, അതായത് റീമാൻ ഇൻ്റഗ്രേഷൻ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ആൻഡ് എല്ലാ ഫംഗ്ഷനും റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെന്നില്ല. ഏതെല്ലാം ഫംഗ്ഷൻ ഇൻ്റഗ്രബിൾ ആണ്, റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. എങ്ങനെയാണ് റീമാൻ ഇൻ്റഗ്രേഷൻ ഡിഫൈൻ ചെയ്യുന്നതോ എന്നറിയാം അല്ലേ. അതായത് ഓരോ സിംഗിൾ ഏരിയയിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ച് അങ്ങ് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സം ചെയ്തിട്ട് അതിൻ്റെ ലിമിറ്റ് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് റീമാൻ ഇൻ്റഗ്രേഷനിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ന്യൂ ഇൻ്റഗ്രേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ലെബാക്ക് ഇൻ്റഗ്രേഷൻ. അതിൻ്റെ എല്ലാം ഒരു ബേസ് ആയിട്ടാണ് നമ്മൾക്ക് ഈ ഒരു ടോപ്പിക്സിലൂടെ വരുന്നത്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ചാപ്റ്റർ 1 ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ വരുന്നത്. ആൻഡ് ചാപ്റ്റർ 1 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നും നമ്മൾ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള എല്ലാ സെക്ഷനിലും ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, സോ നമ്മളിനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 1 ഒരു ചെറിയൊരു അത്രയും വലിയൊരു കാര്യം ഞാൻ ചുരുക്കിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ടേംസും നമ്മൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, ഒരു കമ്പാരിസൺ പോലെ അത് ഓരോന്നും പറയാം. അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ടേംസ്, ഡിഫൈൻ ചെയ്തിരിക്കുന്ന ടേംസ് എല്ലാം നമ്മൾ ഇനി അങ്ങോട്ട് ഡിഫൈൻ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് സിഗ്മ ആൾജിബ്ര ഓർ സിഗ്മ ഫീൽഡ്. നമ്മൾ ടോപ്പോളജി കണ്ടിട്ടുണ്ട് അല്ലേ. ടോപ്പോളജി എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തതെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ. സോ ജസ്റ്റ് ലൈക്ക് ദാറ്റ് അതുപോലൊരു സെറ്റാണ് സിഗ്മ ആൾജിബ്ര എന്ന് പറയാം. പക്ഷേ അത് തന്നെയാണെന്നല്ല, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, now let us define sigma algebra. What is a sigma algebra or sigma field? A family x bar of subsets of x. എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഫാമിലി എക്സ് ബാർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്. അപ്പോൾ സിഗ്മ ആൾജിബ്ര അല്ലെങ്കിൽ സിഗ്മ ഫീൽഡ് എന്ന് പറയുന്നത് എന്താണ്? വിച്ച് ഈസ് എ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആയിരിക്കും. വിച്ച് ഈസ് സെറ്റ് ടു ബി സിഗ്മ ആൾജിബ്ര ഓർ സിഗ്മ ഫീൽഡ് ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദീസ് 3 കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എക്സിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ ഫൈയും, അതായത് എം ടി സെറ്റും ദ ഫുൾ സെറ്റും എക്സ് ബാറിലുണ്ടായിരിക്കണം. ഓക്കെ, അതായത് ഈ കളക്ഷനിലുണ്ടായിരിക്കണം. സെക്കൻഡ് വൺ എന്താണ്? എക്സ് ബാറിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റും അതിലുണ്ടായിരിക്കണം. കോംപ്ലിമെൻറ്റിന് നമ്മൾ ഈ ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സ്ക്രിപ്റ്റ് സി, ഓക്കെ, സി ഓഫ് എ എന്ന് ഞാൻ പറയും. ഇപ്പോൾ സി ഓഫ് എ ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ബിലോങ്സ് ടു എക്സ് ബാർ ആയിരിക്കണം. ഇങ്ങനെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ എല്ലാം കോംപ്ലിമെൻ്റ് എക്സ് ബാറിലുണ്ടായിരിക്കണം. ഇനി ഞാൻ ഈ എക്സ് ബാറിൽ നിന്ന് സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ബാർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? ഈ സീക്വൻസിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ യൂണിയൻ എടുത്താൽ അതും എന്തെങ്കിലും ഉണ്ടായിരിക്കണം? എക്സ് ബാറിലുണ്ടായിരിക്കണം. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു കളക്ഷനെയാണ് നമ്മൾ സിഗ്മ ആൾജിബ്ര അല്ലെങ്കിൽ സിഗ്മ ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് സെറ്റ് എക്സ് ടുഗദർ വിത്ത് എക്സ് ബാർ ഈസ് കോൾഡ് ആസ് മെഷറബിൾ സ്പേസ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഒരു സെറ്റ്
ടുഗദർ വിത്ത് എ സിഗ്മോ ആൾജിബ്രയാണ് നമ്മൾ എന്ത് പറയുന്നത്, മെഷറബിൾ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എനി സെറ്റ് ഇൻ എക്സ് ഈസ് കോൾഡ് ആസ്, എനി സെറ്റ് ഇൻ എക്സ് ഈസ് കോൾഡ് ആസ്, സോറി, എനി സെറ്റ് ഇൻ എക്സ് ബാർ ഈസ് കോൾഡ് ആസ്, എനി സെറ്റ് ഇൻ എക്സ് ബാർ ഈസ് കോൾഡ് ആസ് എക്സ് ബാർ മെഷറബിൾ സെറ്റ് ഓർ സിംപ്ലി മെഷറബിൾ സെറ്റ്. എന്താണ്, ഈ സിഗ്മോ ആൾജിബ്രയിലുള്ള എല്ലാ സെറ്റ്സിനെയും നമ്മൾ എന്താണ് പറയുന്നത്, എക്സ് ബാർ മെഷറബിൾ സെറ്റ് അല്ലെങ്കിൽ ജസ്റ്റ് മെഷറബിൾ സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി ഈ തേർഡ് കണ്ടീഷൻ നോക്കിക്കേ. തേർഡ് കണ്ടീഷൻ ഇക്വലൻ്റ് ആയിട്ട് ഞാൻ കണ്ടീഷൻ പറയാം. എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ കൺസിഡർ ചെയ്യാം, ഞാൻ എ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ എക്സ് ബാർ കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് മെഷറബിൾ സെറ്റിൻ്റെ അല്ലെങ്കിൽ സിഗ്മോ ആൾജിബ്രയുടെ, മെഷറബിൾ സെറ്റല്ല, സിഗ്മോ ആൾജിബ്രയുടെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, എക്സ് ബാറിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ കോംപ്ലിമെൻറ്റും എക്സ് ബാറിലുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ സീക്വൻസിലുള്ള എല്ലാ എലമെൻറ്റ്സും എക്സ് ബാറിലുള്ളതായതുകൊണ്ട് അതിൻ്റെ എല്ലാം കോംപ്ലിമെൻറ്റ്സും എക്സ് ബാറിലുണ്ടായിരിക്കും. സോ സി ഓഫ് എ എൻ ബിലോങ്സ് ടു എക്സ് ബാർ ഫോർ ഈച്ച് എൻ എന്ന് വരും അല്ലേ. ഇനി തേർഡ് കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾക്ക് എന്തറിയാം, യൂണിയൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity സി ഓഫ് എ എൻ ബിലോങ്സ് ടു എക്സ് ബാർ ആണെന്നറിയാം അല്ലേ. ഈ എലമെൻറ്റ്സിൻ്റെ എല്ലാം യൂണിയൻ എവിടെ ഉണ്ടായിരിക്കും, എക്സ് ബാറിലുണ്ടായിരിക്കും ആണല്ലോ. ഇനി ഈ ഒരു യൂണിയൻ എന്ന് പറയുന്നത് ബൈ ഡിമോർഗൻസ് ലോ ദിസ് ഇസ് ഈക്വൽ ടു, അതായത് യൂണിയൻ ഓഫ് കോംപ്ലിമെൻറ്റ് ഓഫ് എ എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, കോംപ്ലിമെൻറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ എന്നിന് ഈക്വലാണ്. ഓക്കെ, സോ എന്താണ്, ഈ ഒരു കോംപ്ലിമെൻറ്റ് എവിടെ ഉണ്ടെന്ന് കിട്ടി, എക്സ് ബാറിലുണ്ടെന്ന് കിട്ടി. കാരണം എന്താണ്, ഈ ഒരു യൂണിയൻ എക്സ് ബാറിലുണ്ട് ആൻഡ് ദിസ് യൂണിയൻ ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് എ എൻസ്. സോ ഈ എലമെൻറ്റ് എക്സ് ബാറിലുള്ളത് കൊണ്ട് ഇൻ്റർസെക്ഷൻ ഓഫ് എ എന്നിൻ്റെ കോംപ്ലിമെൻറ്റ് എക്സ് ബാറിലുണ്ട്. അപ്പോൾ എക്സ് ബാറിൻ്റെ സിഗ്മോ ആൾജിബ്രയുടെ സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് കോംപ്ലിമെൻറ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity എവിടെ ഉണ്ടായിരിക്കണം, എക്സ് ബാറിലുണ്ടായിരിക്കണം. ഇനി ഈ കോംപ്ലിമെൻറ്റ് ഓഫ് കോംപ്ലിമെൻറ്റ് എന്താണ്, ആ സെറ്റ് തന്നെ വരും അല്ലേ. സോ ഇൻ്റർസെക്ഷൻ എൻ ഇസ് ഈക്വൽ ടു 1 to infinity എ എൻ എവിടെ ഉണ്ടെന്ന് കിട്ടി, എക്സ് ബാറിലുണ്ടെന്ന് കിട്ടി. സോ ഞാൻ ഒരു സിഗ്മോ ആൾജിബ്ര കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സിഗ്മോ ആൾജിബ്രയിൽ സീക്വൻസിൻ്റെ സീക്വൻസ് ഏത് സീക്വൻസ് എടുത്താലും ആ സീക്വൻസിലുള്ള എല്ലാ എലമെൻറ്റ്സിൻ്റെ യൂണിയൻ എക്സ് ബാറിലുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ സീക്വൻസിലുള്ള എലമെൻറ്റ്സിൻ്റെ എല്ലാ ഇൻ്റർസെക്ഷനും എക്സ് ബാറിൽ തന്നെ ഉണ്ടായിരിക്കും. സോ എക്സ് ബാർ സിഗ്മോ ആൾജിബ്രയിലുള്ള ഏത് സീക്വൻസ് ഓഫ് സെറ്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും, സിഗ്മോ ആൾജിബ്രയിലുള്ള ഏതൊരു സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ബാർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും അതിലുള്ള എലമെൻറ്റ്സിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷനും എക്സ് ബാറിലുണ്ടായിരിക്കും. ഇനി സപ്പോസ് ഞാൻ ഒരു സെറ്റ് എക്സ് ബാർ കൺസിഡർ ചെയ്യുന്നു, ഓക്കെ, അല്ലെങ്കിൽ സം എക്സ് ഡാഷ് വിച്ച് ഇസ് എ ഫാമിലി ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ആണെന്ന് കരുതുക. ദാറ്റ് സാറ്റിസ്ഫൈസ് ദ 3 കണ്ടീഷൻ. ഫസ്റ്റ് 2 പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ സിഗ്മോ ആൾജിബ്രയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2 പ്രോപ്പർട്ടി തന്നെ. തേർഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എനി സീക്വൻസ് ഓഫ് എ എൻ ഫോർ എനി സീക്വൻസ് ഓഫ് എ എൻ ഇൻ എക്സ് ഡാഷ്, എക്സ് ഡാഷിലുള്ള ഏത് സീക്വൻസിന്, അതായത് ഇതിൽ നിന്ന് ഞാൻ ആർബിട്രറി ആയിട്ട് ഏത് എലമെൻറ്റ്സ് എനി സെറ്റ് ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ഡാഷ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാലും ആ സെറ്റ്സിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷനും എവിടെ തന്നെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു, എക്സ് ഡാഷിൽ തന്നെ ഉണ്ടെന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ എക്സ് ഡാഷ് സിഗ്മോ ആൾജിബ്ര ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കിനി സിഗ്മോ ആൾജിബ്ര ആവാൻ ഇവിടെ ഫസ്റ്റ് 2 കണ്ടീഷൻ ഓൾറെഡി അസ്യൂം ചെയ്തല്ലോ. ഇനി സിഗ്മോ ആൾജിബ്രയിൽ ഒരു കണ്ടീഷൻ കൂടെ എക്സ് ഡാഷ് സാറ്റിസ്ഫൈ ചെയ്യുമെന്നേ പ്രൂവ് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് എ എൻ ഇൻ എക്സ് ബാർ എക്സ് ഡാഷ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി വെച്ചിട്ട് സി ഓഫ് എ എൻ എവിടെ ഉണ്ടായിരിക്കും, എക്സ് ഡാഷിൽ ഉണ്ടായിരിക്കും അല്ലേ. കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് ഓഫ് ദീസ് എ എൻസ് ആർ ബിലോങ്സ് ടു എക്സ് ഡാഷ്. സെക്കൻഡ് പ്രോപ്പർട്ടിയുടെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട്. ഇനി ഈ എലമെൻറ്റ്സിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ അല്ലേ, ഇൻ്റർസെക്ഷൻ ഓഫ് സി ഓഫ് എ എൻ ബിലോങ്സ് ടു എക്സ് ഡാഷ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് പ്രകാരം. ഇതിൻ്റെയൊക്കെ ഇൻ്റർസെക്ഷൻ എവിടെ ഉണ്ടായിരിക്കും, എക്സ് ഡാഷിലുണ്ടായിരിക്കും. ഇനി ഡിമോർഗൻസ് ലോ വെച്ചിട്ട് ഇൻ്റർസെക്ഷൻ ഓഫ് സി ഓഫ് എ എൻ എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്, വിച്ച് ഈസ് ഈക്വൽ ടു കോംപ്ലിമെൻറ്റ് ഓഫ് യൂണിയൻ ഓവർ എൻ എ എന്നിന് ഈക്വലാണ്. സോ ദിസ് ബിലോങ്സ് ടു എക്സ് ഡാഷ് എന്ന് കിട്ടി നമ്മൾക്ക് അല്ലേ. ഇനി എക്സ് ഡാഷിൻ്റെ സെക്കൻഡ് പ്രോപ്പർട്ടി വീണ്ടും അപ്ലൈ ചെയ്യുന്നത് എന്താണ്, ഈ കോംപ്ലിമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എവിടെ ഉണ്ടായിരിക്കും, എക്സ് ഡാഷിലുണ്ടായിരിക്കും. അതായത് യൂണിയൻ ഓവർ എൻ എ എന്ന് എവിടെ ഉണ്ടായിരിക്കും, എക്സ് ഡാഷിലുണ്ടായിരിക്കും.
സോ എക്സ് ഡാഷിൽ നിന്ന് ഞാൻ എനി സീക്വൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ഡാഷ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസിലുള്ള എലമെൻസിൻ്റെ എല്ലാം യൂണിയനും എവിടെ തന്നെ ഉണ്ടെന്ന് കിട്ടി, എക്സ് ഡാഷിലുണ്ടെന്ന് കിട്ടി. സോ എക്സ് ഡാഷ് ഈസ് എ സിഗ്മ ഓൾജിബ്ര. അപ്പോൾ നമ്മൾക്ക് സിഗ്മ ഓൾജിബ്രയുടെ തേർഡ് കണ്ടീഷനും ഞാൻ ഇവിടെ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കണ്ടീഷനും ഇക്വലൻ്റ് ആണ്. ഓക്കെ, സോ ഞാൻ ഒരു സിഗ്മ ഓൾജിബ്രയിൽ നിന്ന് എനി സീക്വൻസ് ഓഫ് സെറ്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസ് ഓഫ് സെറ്റ്സിലുള്ള എല്ലാ സെറ്റ്സിൻ്റെയും യൂണിയനും ഇൻ്റർസെക്ഷനും അതേ സിഗ്മ ഓൾജിബ്രയിൽ ഉണ്ടായിരിക്കും. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക, നമ്മൾ പലയിടങ്ങളിലായിട്ട് യൂസ് ചെയ്യും. നൗ നമ്മളിനി ഒരു 5-6 എക്സാമ്പിൾസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ലെറ്റ് എക്സ് ബി എനി സെറ്റ് ആൻഡ് ലെറ്റ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ്. ഇവിടെ ഞാൻ എക്സ് ബാർ എന്തായിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്, പവർ സെറ്റ് ഓഫ് എക്സ് ആയിട്ടാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ഓൾ സബ്സെറ്റ്സ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ എക്സ് ബാർ സിഗ്മ ഓൾജിബ്ര ആയിരിക്കും എന്നാണ് പറയുന്നത്. ആയിരിക്കുമല്ലോ, കാരണം എന്താ വെച്ചാൽ പി ഓഫ് എക്സ് പവർ സെറ്റ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം എം ടി സെറ്റും എക്സും ഇതേ കളക്ഷനിൽ തന്നെ വരും. കാരണം എന്താണ്, എക്സ് സബ്സെറ്റ് ഓഫ് എക്സ് ആണ്, ഫൈ സബ്സെറ്റ് ഓഫ് എക്സ് ആണ്, അതുകൊണ്ട് ഇത് രണ്ടും പവർ സെറ്റിൽ ഉണ്ടായിരിക്കും. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു, ഈ എക്സ് ബാറിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോംപ്ലിമെൻറ്റും എന്താണ്, കോംപ്ലിമെൻറ്റും എവിടെ ഉണ്ടെന്ന് പറയണം, എക്സ് ബാറിലുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സ് ബാർ പവർ സെറ്റ് ആയതുകൊണ്ട് ഞാൻ പവർ സെറ്റിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ കോംപ്ലിമെൻറ്റും അതേ പവർ സെറ്റിൽ ഉണ്ടായിരിക്കുമല്ലോ. കാരണം എന്താണ്, എക്സ് മൈനസ് എ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, എക്സിൻ്റെ ഒരു സബ്സെറ്റാണ്. സോ എക്സ് മൈനസ് എ എവിടെ ഉണ്ടായിരിക്കും, പവർ സെറ്റ് ഓഫ് എക്സിൽ ഉണ്ടായിരിക്കും. സോ എല്ലാ എലമെൻസിൻ്റെയും കോംപ്ലിമെൻറ്റും എക്സ് ബാറിലുണ്ടെന്ന് കിട്ടി. ഇനി തേർഡ് കണ്ടീഷൻ എന്തായിരുന്നു, യൂണിയൻ ഓഫ് എനി സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ബാറിലുണ്ടെന്ന് പറയണം. അപ്പം ഞാൻ ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ബാർ ഞാൻ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ ഓരോന്നും എ എൻ ഒക്കെ എന്താണ്, സബ്സെറ്റ് ഓഫ് എക്സ് ആണ്. അതുകൊണ്ടാണല്ലോ എക്സ് ബാറിൽ വന്നിരിക്കുന്നത്. ഇനി അതുകൊണ്ട് തന്നെ ഈ എലമെൻസിൻ്റെ ഒക്കെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതും എന്തായിരിക്കും, വിച്ച് ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എക്സ്. അപ്പോൾ ഈ യൂണിയൻ എവിടെ ഉണ്ടായിരിക്കും, വിച്ച് ബിലോങ്സ് ടു പവർ സെറ്റ് ഓഫ് എക്സ് ആണ്. പവർ സെറ്റ് ഓഫ് എക്സ് ആണ് നമ്മൾ എക്സ് ബാർ ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു യൂണിയൻ എവിടെ ഉണ്ടെന്ന് കിട്ടി, എക്സ് ബാറിലുണ്ടെന്ന് കിട്ടി. സോ ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എക്സ് ബാർ എന്താണ്, സിഗ്മ ഓൾജിബ്രയാണ്. അപ്പോൾ നമുക്ക് എക്സ് ടുഗദർ വിത്ത് പവർ സെറ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതെന്താണ്, മെഷറബിൾ സ്പേസ് ആണ്. ഓക്കെ, ഏത് സെറ്റ് എടുത്താലും അതിൻ്റെ പവർ സെറ്റ് എന്തായിരിക്കും, സിഗ്മ ഓൾജിബ്ര ആയിരിക്കും. ഓക്കെ, ഈ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ, ലെറ്റ് എക്സ് ബി എനി സെറ്റ് ആൻഡ് എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു, ദ ഹോൾ സെറ്റും എം ടി സെറ്റും മാത്രമുള്ള കളക്ഷൻ. ഇപ്പോൾ 5 എക്സും എക്സ് ബാറിലുണ്ട്, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 2 എലമെൻറ്റേ ഉള്ളൂ, അതിൽ ഓരോ എലമെൻറ്റിൻ്റെയും കോംപ്ലിമെൻറ്റും രണ്ടാമത്തെ എലമെൻറ്റാണ് വരുന്നത് അല്ലേ. ഇപ്പോൾ കോംപ്ലിമെൻറ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, 5 ആണ്, അതെവിടെയുണ്ട്, എക്സ് ബാറിലുണ്ട്. കോംപ്ലിമെൻറ്റ് ഓഫ് 5 എന്ന് പറയുന്നത് എക്സ് ആണ്, അതും എക്സ് ബാറിലുണ്ട് അല്ലേ. ഇനി യൂണിയൻ പറയുകയാണെങ്കിൽ, യൂണിയൻ ഓഫ് സീക്വൻസ് ഇൻ എക്സ് ബാർ പറയുകയാണെങ്കിൽ ഇവിടെ ആകെ 2 എലമെൻറ്റേ ഉള്ളൂ. അതിൻ്റെ എങ്ങനെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതെന്താണ്, ഈ സെറ്റിൽ തന്നെ ഉള്ള എലമെൻറ്റ്സ് ആണ് കിട്ടുന്നത്. സോ നമ്മൾക്ക് എന്താണ്, ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് എക്സ് ബാർ എന്താണ്, സിഗ്മ ഓൾജിബ്രയാണ്. ഓക്കെ, സോ എക്സ് ബാർ ഈസ് എ മെഷറബിൾ സ്പേസ്. ഇനി ഞാൻ അടുത്തൊരു സെറ്റ് എടുക്കുന്നു. എക്സ് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പർ സിസ്റ്റമാണ്, 1 2 3 എക്സെട്ര. ഓക്കെ, ഞാൻ എക്സ് ബാർ ചൂസ് ചെയ്യുന്നു. എക്സ് ബാറിൽ ഏതെല്ലാം എലമെൻറ്റ്സ് ആണ് വരുന്നത് നോക്കാം. എം ടി സെറ്റ് വരുന്നുണ്ട്, ഓഡ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്, ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷൻ വരുന്നുണ്ട്, പിന്നെ അത് ഹോൾ സെറ്റ് എക്സും വരുന്നുണ്ട്. അപ്പോൾ 5ഉം എക്സും ഈ കളക്ഷനിൽ വരുന്നത് കൊണ്ട് ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലുള്ള ഓരോ എലമെൻറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് നോക്കുമ്പോൾ 5യുടെ കോംപ്ലിമെൻറ്റ് എന്താണ്, എക്സ്, അത് ഈ കളക്ഷനിലുണ്ട്. എക്സിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്, 5, അതും ഈ കളക്ഷനിലുണ്ട്. ഇനി ഈ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്, സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സാണ്. സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സും എക്സ് ബാറിൽ വരുന്നുണ്ട്. ഇതുപോലെ സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സിൻ്റെ കോംപ്ലിമെൻറ്റ് എന്താണ്, സെറ്റ് ഓഫ് ഓഡ് നമ്പേഴ്സാണ്, അതും എക്സ് ബാറിൽ വരുന്നുണ്ട്. സോ കോംപ്ലിമെൻറ്റ് ഓഫ് ഈച്ച് എലമെൻറ്റ് ഇൻ എക്സ് ബാർ ഇസ് ഓൾസോ ഇൻ എക്സ് ബാർ
ഇപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് പ്രോപ്പർട്ടി നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഈ കളക്ഷനിൽ നിന്ന് ഞാൻ ഏത് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഒന്നുകിൽ എന്താണ് എം ടി സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ സെറ്റ് മാത്രമേ ഓഡ് നമ്പേഴ്സിൻ്റെ കളക്ഷൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷൻ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി യൂണിയൻ എടുത്താൽ കിട്ടുന്നൊരു കേസ് ഏതാണ്, എക്സ് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെയുള്ള എലമെൻറ്റ്സ് ആണ് നമ്മൾ യൂണിയൻ എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ തേർഡ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഈ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് എക്സ് ബാർ ഈസ് എ സിഗ്മ ആൾജിബ്ര. സോ എക്സ് ബാർ ഈസ് എ മെഷറബിൾ സ്പേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്ര എണ്ണം ഡിസ്കസ് ചെയ്തു? 1 2 3 3 മെഷറബിൾ സ്പേസ് ഡിസ്കസ് ചെയ്തു. ഈ നാലാമത്തത്, ലെറ്റ് എക്സ് ബി എൻ അൺകൗണ്ടബിൾ സെറ്റ്. ഒരു അൺകൗണ്ടബിൾ സെറ്റാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ആർ റിയൽ നമ്പർ സിസ്റ്റം പോലെയൊക്കെയുള്ള ഒരു അൺകൗണ്ടബിൾ സെറ്റ്. ഇനി എക്സ് ബാർ സിഗ്മ ആൾജിബ്ര ഡിഫൈൻ ചെയ്യാൻ പോവാണ്. നമുക്കിത് സിഗ്മ ആൾജിബ്ര ആണെന്ന് പ്രൂവ് ചെയ്യണേ. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എക്സ് ബാർ ബി ദ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് വിച്ച് ആർ എയ്തർ കൗണ്ടബിൾ ഓർ ഹാവ് കൗണ്ടബിൾ കോംപ്ലിമെൻറ്റ്സ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ സബ്സെറ്റ് എ ഓഫ് എക്സ് ബിലോങ്സ് ടു എക്സ് ബാർ ആവണമെങ്കിൽ ഒന്നുകിൽ എ എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്ത് വരും? എക്സ് മൈനസ് എ. അത് കൗണ്ടബിൾ ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് കൗണ്ടബിൾ ആണെങ്കിൽ തന്നെ എ ഇവിടെ ഉണ്ടായിരിക്കും, എക്സ് ബാറിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എം ടി സെറ്റും ദ ഹോൾ സെറ്റും എക്സ് ബാറിലുണ്ടെന്ന് ഫസ്റ്റ് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഞാൻ എം ടി സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സ് എടുക്കാം. എക്സ് എടുക്കുമ്പോൾ എക്സ് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ എക്സ് അൺകൗണ്ടബിൾ ആയതുകൊണ്ട് എക്സിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ്? എം ടി സെറ്റാണ് വരുന്നത്. എം ടി സെറ്റ് കൗണ്ടബിൾ അല്ലേ. അപ്പോൾ കോംപ്ലിമെൻ്റ് കൗണ്ടബിൾ ആയതുകൊണ്ട് എക്സ് എവിടെ ഉണ്ട്? എക്സ് ബിലോങ്സ് ടു എക്സ് ബാർ ആണ്. ഓക്കെ, ഇനി എം ടി സെറ്റ് എടുക്കുക. കോംപ്ലിമെൻ്റ് ഓഫ് എം ടി സെറ്റ് എടുത്തു കഴിഞ്ഞാൽ എം ടി സെറ്റ് തന്നെ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എം ടി സെറ്റ് തന്നെ കൗണ്ടബിൾ ആണ്. എം ടി സെറ്റ് കൗണ്ടബിൾ ആണ്. സോ എം ടി സെറ്റ് ബിലോങ്സ് ടു എക്സ് ബാർ അല്ലേ. ഇനി ഫസ്റ്റ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം. ലെറ്റ് എ ബിലോങ്സ് ടു എക്സ് ബാർ. ഓക്കെ, എ ബിലോങ്സ് ടു എക്സ് ബാർ ആണെങ്കിൽ നമുക്കറിയാം ഒന്നുകിൽ എ കൗണ്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലിമെൻ്റ് ഓഫ് എ കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ കോംപ്ലിമെൻ്റ് ഓഫ് എനെ ബി ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഇപ്പോൾ എ ആണ് കൗണ്ടബിൾ ആവുന്നതെങ്കിൽ ബിയുടെ കോംപ്ലിമെൻ്റ് എന്ത് കിട്ടും? കോംപ്ലിമെൻ്റ് ഓഫ് എ എന്ന് വരും അല്ലേ. ദ കോംപ്ലിമെൻ്റ് ഓഫ് ബി എന്താണ്? എ ആണ് വരുന്നത്. ഇപ്പോൾ എ ബിലോങ്സ് ടു എക്സ് ബാറും അതിൽ എ കൗണ്ടബിളും ആണെങ്കിൽ എയുടെ കോംപ്ലിമെൻറ്റ് ബി ചൂസ് ചെയ്യുമ്പോൾ ബിയുടെ കോംപ്ലിമെൻ്റ് എ ആണ് വരുന്നത്. എ കൗണ്ടബിൾ ആയതുകൊണ്ട്, അതായത് ബിയുടെ കോംപ്ലിമെൻറ്റ് കൗണ്ടബിൾ ആയതുകൊണ്ട് ബി എവിടെ ഉണ്ടായിരിക്കും? ബി ബിലോങ്സ് ടു എക്സ് ബാർ ആയിരിക്കും. ഇനി എ കൗണ്ടബിൾ അല്ലെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എ ബിലോങ്സ് ടു എക്സ് ബാർ ആയത് എന്തുകൊണ്ടായിരിക്കും? കോംപ്ലിമെൻ്റ് ഓഫ് എ കൗണ്ടബിൾ ആയതുകൊണ്ടായിരിക്കും അല്ലേ. ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ എ ബിലോങ്സ് ടു എക്സ് ബാർ ആവത്തുള്ളൂ. അപ്പോൾ എ കൗണ്ടബിൾ ആവുന്ന കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി എ കൗണ്ടബിൾ അല്ലെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എ ബിലോങ്സ് ടു എക്സ് ബാർ ആവാനുള്ള കണ്ടീഷൻ എന്താണ്? കോംപ്ലിമെൻ്റ് ഓഫ് എ കൗണ്ടബിൾ ആയതുകൊണ്ടാണ്. ഇനി കോംപ്ലിമെൻ്റ് ഓഫ് എ ആണ് നമ്മൾ ബി ആയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കോംപ്ലിമെൻ്റ് ഓഫ് എ അതായത് ബി കൗണ്ടബിൾ ആയതുകൊണ്ട് ബി എവിടെ ഉണ്ടായിരിക്കും? എക്സ് ബാറിലുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏത് കേസായാലും നമ്മൾക്ക് കോംപ്ലിമെൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടായിരിക്കും? എക്സ് ബാറിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി തേർഡ് പ്രോപ്പർട്ടി എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ എക്സ് ബാർ കൺസിഡർ ചെയ്തു. കൺസിഡർ എ സീക്വൻസ് എ എൻ ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ബാർ. ഇനി ഈ സീക്വൻസിലുള്ള എല്ലാ എ എൻസും കൗണ്ടബിൾ ആണെന്ന് കരുതുക. ഇഫ് ഈച്ച് ഓഫ് ദ എ എൻസ് ആർ കൗണ്ടബിൾ ദെൻ നമുക്ക് കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് കൗണ്ടബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ യൂണിയൻ എന്തായിത്തീരും? ദിസ് വിൽ ബി ദ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ്. അതുകൊണ്ട് ഈ ഒരു യൂണിയൻ കൗണ്ടബിൾ ആയിരിക്കും.
So this union will be in where? X bar. For some ans countable allennu karudha. Okay, for some ans countable allennu karudha. അപ്പോൾ അങ്ങനെയാണെങ്കിൽ an ബിലോങ്സ് ടു എക്സ് ബാർ ആയതുകൊണ്ടും an കൗണ്ടബിൾ അല്ലാത്തത് കൊണ്ടും നമ്മൾക്ക് എന്തായിരിക്കും? an കോംപ്ലിമെൻറ്റ് കൗണ്ടബിൾ ആവണം അല്ലേ? ഇതിൽ ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ an എക്സ് ബാറിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ an കൗണ്ടബിൾ അല്ലെങ്കിൽ പിന്നെ എന്താണ്? കോംപ്ലിമെൻറ്റ് ഓഫ് an കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഫോർ സം an കോംപ്ലിമെൻറ്റ് ഓഫ് an ആണ് കൗണ്ടബിൾ ആണ് ആവുന്നതെന്ന് കരുതുക. ഓക്കെ, അപ്പോൾ കോംപ്ലിമെൻറ്റ് ഓഫ് an കൗണ്ടബിൾ ആണെങ്കിൽ ഞാനിത് ഈ ഒരു യൂണിയൻ്റെ കോംപ്ലിമെൻറ്റ് കൺസിഡർ ചെയ്തു. ഇപ്പോൾ ഡി മോർഗൻസ് ലോ വെച്ചിട്ട് ദിസ് ഇസ് ഈക്വൽ ടു ഇൻ്റർസെക്ഷൻ n ഇസ് ഈക്വൽ ടു 1 to infinity കോംപ്ലിമെൻറ്റ് ഓഫ് an ആണ് അല്ലേ? ഇനി നമ്മൾക്കറിയാം ഇങ്ങനെ ഞാൻ ഏത് എലമെൻസിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇൻ്റർസെക്ഷൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എടുത്തു, വിച്ച് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എയും ബിയുമാണ് അല്ലേ? ഈ ഇൻ്റർസെക്ഷന് എന്താണ്? അതിലുള്ള ഓരോ സെറ്റിലും കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇൻ്റർസെക്ഷനിലുള്ള ഓരോ സെറ്റിലും ഈ ഒരു ഇൻ്റർസെക്ഷൻ കണ്ടെയ്ൻഡ് ആണ്. അപ്പോൾ കോംപ്ലിമെൻറ്റ് ഓഫ് an കൗണ്ടബിൾ ആവുന്ന ആ കോംപ്ലിമെൻറ്റ്സിലും എന്താണ്? ഈ ഒരു ഇൻ്റർസെക്ഷൻ കണ്ടെയ്ൻഡ് ആവും. അപ്പോൾ ഇത് കൗണ്ടബിൾ ആയതുകൊണ്ട് അതിൽ ആ സെറ്റിൽ കണ്ടെയ്ൻഡ് ആയിട്ടുള്ള എല്ലാ സെറ്റ്സും എന്തായിരിക്കും? കൗണ്ടബിൾ ആയിരിക്കും. സോ ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്തായി തീർന്നു? കൗണ്ടബിളായി. അതായത് ഈ ഒരു യൂണിയൻ്റെ കോംപ്ലിമെൻ്റ് ആണ് കൗണ്ടബിൾ ആയത്. അതുകൊണ്ട് ഈ ഒരു യൂണിയൻ എവിടെ ഉണ്ടായിരിക്കും? എക്സ് ബാറിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങനെ പറയണമെന്നില്ല, ഡയറക്റ്റ് ഈ ഒരു കോംപ്ലിമെൻ്റ് കൗണ്ടബിൾ ആയതുകൊണ്ട്, ഈ കോംപ്ലിമെൻ്റ് കൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ്? ദിസ് യൂണിയൻ ബിലോങ്സ് ടു എക്സ് ബാർ എന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? മെഷറബിൾ സ്പേസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എക്സ് അൺകൗണ്ടബിൾ സെറ്റ് ആയിരിക്കണം, എങ്കിലല്ലേ കൗണ്ടബിൾ അൺകൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടായിരിക്കത്തുള്ളൂ സബ്സെറ്റ്സിന്. ഇപ്പോൾ എക്സ് അൺകൗണ്ടബിൾ സെറ്റ് ആണെങ്കിൽ ഞാൻ ഈ എക്സ് ബാറിൽ എങ്ങനെയാണ് എലമെൻറ്റ്സ് ചൂസ് ചെയ്യുന്നത്? എക്സിൻ്റെ ഒരു സബ്സെറ്റ് എടുത്തു, ആ സബ്സെറ്റ് എക്സ് ബാറിൽ ഉണ്ടാവണമെങ്കിൽ എ അല്ലെങ്കിൽ എയുടെ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കണം? കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എക്സ് ഇസ് ഈക്വൽ ടു റിയൽ നമ്പർ സിസ്റ്റം എടുത്തു എന്ന് കരുതുക. റിയൽ നമ്പർ സിസ്റ്റത്തിൽ ഞാനിപ്പോൾ ഏതാണ്? എം ടി സെറ്റും ഫുൾ റിയൽ നമ്പർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അത് രണ്ടും എന്താണ്? ആറിൽ തന്നെ ആ ഒരു എന്താണ്? എക്സ് ബാറിൽ ഉണ്ടായിരിക്കും അല്ലേ? ആർ ബാർന്ന് വേണമെങ്കിൽ എടുക്കാം, ആർ ബാർന്ന് വേണമെങ്കിൽ എടുത്തോ, ഡിനോട്ട് ചെയ്തോ. അപ്പോൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ എം ടി സെറ്റും ഫുൾ സെറ്റും ആർ ബാറിലുണ്ടായിരിക്കും. ഇനി ഞാനൊരു സെറ്റ് പറയാം, ഏതാണെന്ന് വെച്ചാൽ ക്യൂ കൺസിഡർ ചെയ്യാം. ക്യൂ ഇസ് എ സബ്സെറ്റ് ഓഫ് ആർ ആണല്ലോ. അപ്പോൾ ക്യൂ കൗണ്ടബിൾ ആണല്ലോ, അതുകൊണ്ട് ക്യൂ എവിടെ ഉണ്ടായിരിക്കും? ഈ രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ ഓൾജിബ്രയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഇറാഷണൽ നമ്പേഴ്സ് എടുത്തു എന്ന് എഴുതുക. സെറ്റ് ഓഫ് ഓൾ ഇറാഷണൽ നമ്പേഴ്സ് ഇൻ ആർ. അപ്പോൾ ഐയുടെ കോംപ്ലിമെൻറ്റ് എന്താണ് വരുന്നത്? സെറ്റ് ഓഫ് ഫോർ ഇറാഷണൽ നമ്പേഴ്സിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ് വരുന്നത്? റാഷണൽ നമ്പേഴ്സാണ് വരുന്നത്. റാഷണൽ നമ്പേഴ്സ് കൗണ്ടബിൾ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഐയുടെ കോംപ്ലിമെൻറ്റ് കൗണ്ടബിൾ ആണ്. സോ ഐ ബിലോങ്സ് ടു ദിസ് സിഗ്മ ഓൾജിബ്ര എന്ന് പറയാം. ഇനി ഞാൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി എടുത്തു എന്ന് കരുതുക. ഓക്കെ, അല്ലെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 2 എടുത്തു എന്ന് കരുതുക. ഈ ഒരു ഇൻ്റർവെൽ സബ്സെറ്റ് ഓഫ് ആർ ആണല്ലോ. ആൻഡ് ദിസ് ബിലോങ്സ് ടു ആർ ബാർ ആയിരിക്കുമോ? ഞാനിപ്പം ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിഗ്മ ഓൾജിബ്രയിൽ ഉണ്ടായിരിക്കുമോ? ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എന്താണ് വരുന്നത്? -∞ ഓപ്പൺ 1 യൂണിയൻ 2 ഇൻഫിനിറ്റിയാണ് വരുന്നത്. ഈ സെറ്റ് കൗണ്ടബിൾ അല്ല, അൺകൗണ്ടബിൾ ആണ്. അതുപോലെ അതിൻ്റെ കോംപ്ലിമെൻറ്റും എന്തല്ല? കൗണ്ടബിൾ അല്ല. സോ നമ്മൾക്ക് എന്താണ്? ഈ ഒരു സെറ്റ് എവിടെ ഉണ്ടായിരിക്കത്തില്ല? ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സിഗ്മ ഓൾജിബ്രയിൽ ഉണ്ടായിരിക്കത്തില്ല. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയാൻ പറ്റത്തില്ല. ഓക്കെ, if x1 bar and x2 bar are 2 sigma algebra such that sigma algebras of subsets of x, അതായത് ഒരേ സെറ്റിൽ ഡിഫൈൻ ചെയ്തതിന് 2 സിഗ്മ ഓൾജിബ്ര നമ്മൾ കൺസിഡർ ചെയ്തു.
ഇനി ഞാൻ x3 ബാർ എന്ന് പറഞ്ഞ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നു, വിച്ച് ഇസ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദീസ് ടു സിഗ്മ ആൾജിബ്രാസ്. ഇപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു സിഗ്മ ആൾജിബ്ര ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. എക്സ് ആൻഡ് 5 ബിലോങ്സ് ടു x1 ബാറും x2 ബാറും ആണല്ലോ. ദ ഹോൾ സെറ്റും എം ടി സെറ്റും രണ്ട് സിഗ്മ ആൾജിബ്രയിലും ഉണ്ട്. ഇപ്പോൾ ഇൻ്റർസെക്ഷനിലും ഉണ്ടായിരിക്കത്തില്ലേ? സോ എക്സ് ആൻഡ് 5 ബിലോങ്സ് ടു x3 ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഈ ബാർ എന്നുള്ള റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഓർത്തേക്കുക അത് സിഗ്മ ആൾജിബ്ര ആണെന്നത്. ഓക്കെ, സോ ലെറ്റ് എ ബിലോങ്സ് ടു x3. അപ്പോൾ x3 എന്ന് പറയുന്നത് x1 ഇൻ്റർസെക്ഷൻ x2 ആയതുകൊണ്ട് എ ബിലോങ്സ് ടു x1 ആയിരിക്കും, എ ബിലോങ്സ് ടു x2 ആയിരിക്കും. ഇത് രണ്ടും സിഗ്മ ആൾജിബ്ര ആയതുകൊണ്ട്, സോറി ഞാൻ എന്തെങ്കിലും മിസ്റ്റേക്ക് പറഞ്ഞു, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാവേ. x3 എന്ന് പറയുന്നത് x1-ൻ്റെയും x2-ൻ്റെയും ഇൻ്റർസെക്ഷൻ ആയതുകൊണ്ട് എ ബിലോങ്സ് ടു x3 ഇംപ്ലൈസ് ദാറ്റ് എ ബിലോങ്സ് ടു x1 ആൻഡ് എ ബിലോങ്സ് ടു x2. ഓക്കെ, ഇനി ഈ x1ഉം x2ഉം സിഗ്മ ആൾജിബ്ര ആയതുകൊണ്ട് ഈ എലമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് രണ്ട് സിഗ്മ ആൾജിബ്രയിൽ ഉണ്ടായിരിക്കും. അതായത് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബിലോങ്സ് ടു x1 ആൻഡ് കോംപ്ലിമെൻറ്റ് ഓഫ് എ ബിലോങ്സ് ടു x2. ഇപ്പോൾ രണ്ടിലും ഉള്ളത് കൊണ്ട് ഇൻ്റർസെക്ഷനിലും ഉണ്ടായിരിക്കും. സോ കോംപ്ലിമെൻറ്റ് ഓഫ് എ ബിലോങ്സ് ടു x1 ഇൻ്റർസെക്ഷൻ x2 ആൻഡ് വിച്ച് ഇസ് ഈക്വൽ ടു x3. സോ x3യിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ കോംപ്ലിമെൻറ്റും x3യിൽ തന്നെ ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് പ്രോപ്പർട്ടി നോക്കാം. സപ്പോസ് ദിസ് സീക്വൻസ് ബി എ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ x3. അപ്പോൾ നമ്മൾക്ക് എന്താണ്, ഈ എലമെൻറ്റ്സ് ഒക്കെ എവിടെയും ഉണ്ടായിരിക്കും, x1ലും x2ലും ഉണ്ടായിരിക്കും. കാരണം x3 എന്ന് പറയുന്നത് x1 ഇൻ്റർസെക്ഷൻ x2 ആണ്. ഓക്കെ, ഇനി x1ഉം x2ഉം സിഗ്മ ആൾജിബ്ര ആയതുകൊണ്ട് ആ സീക്വൻസിലുള്ള എലമെൻറ്റ്സിൻ്റെ യൂണിയൻ x1ലും ഉണ്ടായിരിക്കും, x2ലും ഉണ്ടായിരിക്കും. അപ്പോൾ x1ലും x2ലും ഉള്ളത് കൊണ്ട് ഈ ഒരു യൂണിയൻ എവിടെയുണ്ട്, ഈ ഒരു ഇൻ്റർസെക്ഷനിലുണ്ട്, അതായത് x3യിലുണ്ട്. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യപ്പെടുന്നതുകൊണ്ട് നമ്മൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന x3 എന്താണ്, സിഗ്മ ആൾജിബ്രയാണ്. സോ നമ്മൾ ഒരേ സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന രണ്ട് സിഗ്മ ആൾജിബ്ര കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷനും സിഗ്മ ആൾജിബ്ര ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ. ലെറ്റ് എ ബി എ നോൺ എം ടി, നോട്ട് ദാറ്റ് എ നോൺ എം ടി കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്, then there is a smallest sigma algebra of subsets of x containing A. എന്താണ് പറയുന്നത്, നമ്മൾ ഇത്തരത്തിൽ എക്സിൻ്റെ ഏതൊരു നോൺ എം ടി കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്താലും ആ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സിഗ്മ ആൾജിബ്ര എക്സിസ്റ്റ് ചെയ്യും. സോ then we can find a smallest sigma algebra that containing A, and that sigma algebra is called as the sigma algebra generated by A. എന്താണ് the sigma algebra generated by A എന്ന് പറയുന്നത് എന്താണ്, the smallest sigma algebra that containing A, that is the smallest sigma algebra of subsets of X that containing A is called as the sigma algebra generated by A. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സ്മോളസ്റ്റ് സിഗ്മ ആൾജിബ്രയുടെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെറ്റ് കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ദ സെറ്റ് എ is equal to the set of all sigma algebras x bar such that A contained in x bar. എന്താ പറഞ്ഞിരിക്കുന്നത്, the set of all x bar such that A contained in x bar and x bar is a sigma algebra on x. അതായത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന എല്ലാ സിഗ്മ ആൾജിബ്രയുടെ കളക്ഷനാണ് ഇവിടെ എ എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് എ വെച്ച് ഞാൻ ഇവിടെ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഈ കളക്ഷൻ നോൺ എം ടി ആയിരിക്കുമോ എന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഞാൻ പവർ സെറ്റ് ഓഫ് എക്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എക്സിൻ്റെ സബ്സെറ്റ്സിൻ്റെ ഏത് കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, പവർ സെറ്റ് ഓഫ് എക്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആൻഡ് പവർ സെറ്റ് ഓഫ് എക്സ് നമ്മൾക്ക് എന്താണ്, വിച്ച് ഇസ് എ സിഗ്മ ആൾജിബ്ര എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സിഗ്മ ആൾജിബ്ര എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് ഈ പവർ സെറ്റ് എന്തെങ്കിലും എക്സിസ്റ്റ് ചെയ്യും അല്ലേ. ഈ പവർ സെറ്റ് യൂസ് ചെയ്ത് ഡിഫൈൻ ചെയ്യുന്ന സിഗ്മ ആൾജിബ്ര എന്തെങ്കിലും ആയാലും എക്സിസ്റ്റ് ചെയ്യും, എന്തായാലും എക്സിസ്റ്റ് ചെയ്യും. സോ ഈ കളക്ഷൻ എന്തായാലും നോൺ എം ടി ആണ്. ഓക്കെ, ദ കളക്ഷൻ സ്ക്രിപ്റ്റ് എ ദാറ്റ് വി ഡിഫൈൻ ഹിയർ ഈസ് നോൺ എം ടി. ഇനി നമ്മൾ അടുത്തത് നോക്കാം. കൺസിഡർ
the intersection of all elements in script A. എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കളക്ഷനിലുള്ള എല്ലാ സിഗ്മ ഓൾജിബ്രയുടെയും ഇൻ്റർസെക്ഷൻ കൺസിഡർ ചെയ്യാം. അതിനെയാണ് ഞാൻ എക്സ് ബാർ ടിൽഡ എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ എക്സ് ബാർ ടിൽഡയാണ് ദ സ്മോളസ്റ്റ് സിഗ്മ ഓൾജിബ്ര ദാറ്റ് കണ്ടെയ്നിങ് എ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം പ്രൂവ് ചെയ്യണം. എക്സ് ബാർ ടിൽഡ ഒരു സിഗ്മ ഓൾജിബ്രയാണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് സിഗ്മ ഓൾജിബ്ര എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു പ്രൂവ് ദാറ്റ് ദിസ് കളക്ഷൻ ഈസ് എ സിഗ്മ ഓൾജിബ്ര. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്കറിയാം സിഗ്മ ഓൾജിബ്ര സ്ക്രിപ്റ്റ് എയിലുള്ള ഏത് സിഗ്മ ഓൾജിബ്ര എടുത്തു കഴിഞ്ഞാലും അതിൽ എം ടി സെറ്റും ഉണ്ട്, ദ ഹോൾ സെറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ എം ടി സെറ്റും ദ ഹോൾ സെറ്റും ഈ ഒരു ഇൻ്റർസെക്ഷനിലും ഉണ്ടായിരിക്കും അല്ലേ. സോ ഫൈവ് ആൻഡ് ദ ഹോൾ സെറ്റ് എക്സ് ആർ ബിലോങ്സ് ടു എക്സ് ബാർ ടിൽഡ എന്ന് കിട്ടി. ഇനി ഞാൻ എക്സ് ബാർ ടിൽഡയിൽ നിന്നൊരു എലമെൻറ്റ് ബി എടുത്തു. ഓക്കെ, അപ്പോൾ എക്സ് ബാർ ടിൽഡ നമ്മൾ ഈ ഒരു ഇൻ്റർസെക്ഷൻ ആയിട്ടല്ലേ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ബി ബിലോങ്സ് ടു എക്സ് ബാർ ഫോർ ഓൾ എക്സ് ബാർ ഇൻ ദിസ് എ. ഓക്കെ, ഇവിടെ രണ്ട് എ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്തിരിക്കുന്ന സെറ്റും സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സിഗ്മ ഓൾജിബ്രാസിൻ്റെ കളക്ഷനുമാണ്. അപ്പം മാറിപ്പോവരുതേ. ഓക്കെ, സോ ഫോർ ഓൾ എക്സ് ബാർ ഇൻ ദിസ് എ ബി ബിലോങ്സ് ടു എക്സ് ബാർ ആയിരിക്കും. ഇനി എക്സ് ബാർ എല്ലാം സിഗ്മ ഓൾജിബ്ര ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് കോംപ്ലിമെൻറ്റ് ഓഫ് ബി ബിലോങ്സ് ടു എക്സ് ബാർ ഫോർ ഓൾ എക്സ് ബാർ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ ആയിരിക്കും ആണല്ലോ. സോ നമ്മൾക്ക് എന്ത് കിട്ടി? കോംപ്ലിമെൻറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ഈ എലമെൻസിൻ്റെ എല്ലാം ഈ സിഗ്മ ഓൾജിബ്രേൻ്റെ എല്ലാം ഇൻ്റർസെക്ഷനിലും ഉണ്ടായിരിക്കും. സോ കോംപ്ലിമെൻറ്റ് ഓഫ് ബി ബിലോങ്സ് ടു എക്സ് ബാർ ടിൽഡ എന്ന് കിട്ടി. ഇപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു. ഈ തേർഡ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ എ സീക്വൻസ് ഓഫ് സെറ്റ്സ് ഇൻ എക്സ് ബാർ ടിൽഡ. അപ്പോൾ എക്സ് ബാർ ടിൽഡ എന്ന് പറയുന്നത് എന്താണ്? ഇൻ്റർസെക്ഷൻ ഓഫ് എക്സ് ബാർസ് അല്ലേ. അപ്പോൾ ഞാൻ ഈ എക്സ് ബാർ ടിൽഡയിൽ നിന്ന് ഏത് സീക്വൻസ് എടുത്തു കഴിഞ്ഞാലും അത് എന്തിലും കണ്ടെയ്ൻഡ് ആയിരിക്കും? എക്സ് ബാറിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും ഫോർ ഓൾ എക്സ് ബാർ ഇൻ സ്ക്രിപ്റ്റ് എ. ഇപ്പോൾ എക്സ് ബാർ എല്ലാം സിഗ്മ ഓൾജിബ്ര ആയതുകൊണ്ട് നമ്മൾക്ക് എന്താണ് ഈ എൻസിൻ്റെ എല്ലാം യൂണിയനും എവിടെ ഉണ്ടായിരിക്കും? ഈ എക്സ് ബാറിലുണ്ടായിരിക്കും ഫോർ ഓൾ എക്സ് ബാർ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ. സോ എക്സ് ബാർ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ എക്സ് ബാറിലും ഈ ഒരു യൂണിയൻ ഉള്ളത് കൊണ്ട് എക്സ് ബാർസിൻ്റെ ഇൻ്റർസെക്ഷനിലും എന്തുണ്ടായിരിക്കും? ഈ ഒരു യൂണിയൻ ഉണ്ടായിരിക്കും. അതായത് യൂണിയൻ ഓവർ എൻ ബിലോങ്സ് ടു എക്സ് ബാർ ടിൽഡ ബിക്കോസ് ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? എക്സ് ബാർ ടിൽഡ ഈസ് എ സിഗ്മ ഓൾജിബ്ര എന്ന് പറയാം. ഓക്കെ, സോ എന്താണ് എക്സ് ബാർ ടിൽഡ ഈസ് എ സിഗ്മ ഓൾജിബ്ര. ആൻഡ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് എ ഡിഫൈൻ ചെയ്തത് എങ്ങനെയായിരുന്നു? വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ സിഗ്മ ഓൾജിബ്രാസ് എക്സ് ബാർ ഫോർ വിച്ച് എന്താണ് എ കണ്ടെയ്ൻഡ് ഇൻ എക്സ് ബാർ ആയിരിക്കണം. അപ്പോൾ എ കണ്ടെയ്ൻഡ് ഇൻ എക്സ് ബാർ ഫോർ ഓൾ എക്സ് ബാർ ഇൻ ദിസ് സ്ക്രിപ്റ്റ് എ ആയതുകൊണ്ട് നമ്മൾക്ക് എന്ത് പറയാം? ഈ എക്സ് ബാറിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷനിലും എ കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ എ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദ എക്സ് ബാർ ടിൽഡ എന്ന് കിട്ടി. സോ എക്സ് ബാർ ടിൽഡ ഇസ് എ സിഗ്മ ഓൾജിബ്ര കണ്ടെയ്നിങ് എ എന്ന് കിട്ടി. ഇനി നമ്മൾക്ക് ഈ ഒരു സിഗ്മ ഓൾജിബ്ര യുണീക്ക് ആണെന്ന് കൂടെ പ്രൂവ് ചെയ്യണം. എന്താണ്? ദ സ്മോളസ്റ്റ് സിഗ്മ ഓൾജിബ്ര നമ്മൾക്ക് യുണീക്ക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ആ ഒരു എന്താണ് സ്മോളസ്റ്റ് സിഗ്മ ഓൾജിബ്ര എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇവിടെ നമ്മൾക്ക് നോട്ട് ചെയ്യുമെന്ന് ഞാൻ ഫസ്റ്റ് സിഗ്മ ഓൾജിബ്രയാണെന്ന് പ്രൂവ് ചെയ്തു ആൻഡ് ഈ ഒരു സിഗ്മ ഓൾജിബ്ര എനെ കണ്ടെയ്ൻ ചെയ്യുന്നു എന്നും പ്രൂവ് ചെയ്തു. ഇത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ എക്സ് ബാർ ടിൽഡ എന്ന് പറയുന്നത് ആണ് നമ്മളുടെ ആ ഒരു സ്മോളസ്റ്റ് സിഗ്മ ഓൾജിബ്ര ദാറ്റ് കണ്ടെയ്നിങ് എ എന്ന് പ്രൂവ് ചെയ്യണം ഇനി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കുന്നു എന്ന് വെച്ചാൽ for if x1 bar is the smallest sigma algebra that containing A, അതായത് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സിഗ്മ ഓൾജിബ്ര x1 ബാർ ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് എ കണ്ടെയ്ൻഡ് ഇൻ x1 ബാർ ആണല്ലോ ബൈ ദിസ് അസംഷൻ.
ഇപ്പോൾ എ കണ്ടെയ്ൻഡ് ഇൻ x1 ബാർ ആയതുകൊണ്ട് ഈ ഒരു സിഗ്മ ഓൾജിബ്ര എവിടെ ഉണ്ടായിരിക്കും? നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരുന്ന ആ ഒരു കളക്ഷൻ സ്ക്രിപ്റ്റ് എയിലുണ്ടായിരിക്കും അല്ലേ? സോ അതുകൊണ്ട് തന്നെ x1 ബാർ എന്ന് പറയുന്നത് ഈ ഇൻ്റർസെക്ഷനിലുള്ള ഒരു ടേം ആയിരിക്കും. നമ്മൾക്കറിയാം എ ഇൻ്റർസെക്ഷൻ ബി എടുക്കുന്നവർ അതെന്താണ്, എയിലും ബിയിലും കണ്ടെയ്ൻഡ് ആണ്. ഇത്തരത്തിൽ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഇൻ്റർസെക്ഷനിലുള്ള ഓരോ സെറ്റിലും ആ ഒരു ഇൻ്റർസെക്ഷൻ കണ്ടെയ്ൻഡ് ആയിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും? x1 ബാറിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷനാണ് നമുക്ക് x ബാർ ടിൽഡ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിഗ്മ ഓൾജിബ്ര x ബാർ ടിൽഡ എന്ന് പറയുന്നത് എന്തിൽ കണ്ടെയ്ൻഡ് ആണ്? ദ സ്മോളസ്റ്റ് സിഗ്മ ഓൾജിബ്ര x1 ബാറിൽ കണ്ടെയ്ൻഡ് ആണ് അല്ലേ? അപ്പോൾ എന്ത് കിട്ടി? എ കണ്ടെയ്ൻഡ് ഇൻ x ബാർ ടിൽഡ എന്നും x ബാർ ടിൽഡ കണ്ടെയ്ൻഡ് ഇൻ x1 ബാർ എന്നും കിട്ടി. പക്ഷെ നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നു x1 ബാർ ആണ് ദ സ്മോളസ്റ്റ് സിഗ്മ ഓൾജിബ്ര ദാറ്റ് കണ്ടെയ്നിങ് എ എന്ന് പറയുന്നത്. സോ നമ്മൾക്ക് എന്തായിരിക്കണം? ഇത് രണ്ടും ഈക്വൽ ആയിരിക്കണം. സോ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തല്ലോ തൊട്ട് മുന്നേ ആ ഒരു x ബാർ ടിൽഡ എന്ന് പറയുന്നത് സിഗ്മ ഓൾജിബ്ര ആയിരിക്കുമെന്ന്. അപ്പോൾ ആ ഒരു സിഗ്മ ഓൾജിബ്ര തന്നെയാണ് എനെ കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് സിഗ്മ ഓൾജിബ്ര എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ സിഗ്മ ഓൾജിബ്ര ജനറേറ്റഡ് ബൈ എ. ഓക്കെ, the smallest sigma algebra that containing A is also called as the sigma algebra generated by A. Okay, ഇനി നമ്മൾ അടുത്തതൊരു എക്സാമ്പിൾ ആയിട്ടാണ് വരുന്നത്. Let x is equal to R, the set of all real numbers. Let B bar be the sigma algebra generated by all open interval AB in R. എന്താണ് നമ്മൾ ഇതുപോലെ നേരത്തെ പറഞ്ഞു, ഇങ്ങനെ ഒരു നോൺ എംപ്റ്റി സെറ്റ്, ഇപ്പോൾ ഏതൊരു സെറ്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും എക്സിൻ്റെ സബ്സെറ്റ്സിൻ്റെ ഒരു നോൺ എംപ്റ്റി കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിഗ്മ ഓൾജിബ്ര എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? അപ്പോൾ അത് പ്രകാരം നമ്മൾ റിയൽ നമ്പർ സിസ്റ്റം എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ഓഫ് ഓൾ ഓപ്പൺ ഇൻ്റർവെൽസ് ഇൻ ആർ എടുക്കുക, വിച്ച് ഈസ് എ നോൺ എംപ്റ്റി കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് ആർ ആണല്ലോ. സോ അത് ജനറേറ്റ് ചെയ്യുന്ന ഒരു സിഗ്മ ഓൾജിബ്ര ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ബോറൽ ആൾജിബ്ര എന്ന് പറയുന്നത്. സോ ബോറൽ ആൾജിബ്ര എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന ആറിൻ്റെ ഓപ്പൺ ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന ടോപ്പോളജി എന്ന് വരുന്നു. സിഗ്മ ഓൾജിബ്രേനെയാണ് നമ്മൾ ബോറൽ ആൾജിബ്ര എന്ന് പറയുന്നത്. എനി സെറ്റ് ഇൻ ദിസ് ബോറൽ ആൾജിബ്ര ഈസ് കോൾഡ് ആസ് ബോറൽ സെറ്റ്. ഓക്കെ, അപ്പോൾ ബി ബാറിലുള്ള എല്ലാ സെറ്റിനെയും നമ്മൾ എന്ത് പറയുന്നു? ബോറൽ സെറ്റ് എന്ന് പറയുന്നു. നോട്ട് ദാറ്റ് the Borer algebra B bar is also the sigma algebra generated by all closed intervals. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ബോറൽ ആൾജിബ്ര ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓപ്പൺ ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഓൾജിബ്ര ആണെന്ന് പറഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു നോട്ടിൽ ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് തന്നെ ഇതേ സിഗ്മ ഓൾജിബ്രേനെ, അതായത് ബോറൽ ഓൾജിബ്രേനെ എന്തും ജനറേറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ഇൻ്റർവെൽസും ജനറേറ്റ് ചെയ്യപ്പെടും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾക്കിതൊന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലെറ്റ് B1 ബാർ ബി ദ സിഗ്മ ഓൾജിബ്ര ജനറേറ്റഡ് ബൈ ഓൾ ക്ലോസ്ഡ് ഇൻ്റർവെൽസ്. അപ്പോൾ ഞാൻ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഓൾജിബ്രനെ B1 ബാർന്ന് ഡിനോട്ട് ചെയ്തു. Now choose the sequence of intervals, closed intervals. എന്താണ് closed interval a+1/n b-1/n. അപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും? ഞാൻ എ എന്ന് പറയുന്ന പോയിന്റ് എടുത്തു, ബി എന്ന് പറയുന്ന പോയിന്റ് എടുത്തു. അപ്പോൾ a+1/n b-1/n എന്ന് പറയുന്നത് എന്താണ്? a+1/n എന്ന് പറയുന്നത് 1/n ആഡ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് വരും അല്ലേ? ഇനി b-1/n എന്ന് പറയുന്നത് എന്താണ്? b-1/n എന്ന് പറയുന്നത് നമ്മൾക്ക് ഉള്ളിലോട്ടുള്ള പോയിൻ്റാണ് വരിക. അപ്പോൾ b-1/n. അപ്പോൾ ഈ ഒരു ഇൻ്റർവെല്ലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഫോർ ഈച്ച് n നമ്മൾ ഇത്തരത്തിലുള്ള ഇൻ്റർവെൽസ് ചൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ എല്ലാ ഇൻ്റർവെൽസിൻ്റെയും ഞാനിപ്പോൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ എല്ലാ ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ എടുക്കുക. അപ്പോൾ ഇതെല്ലാം ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആണ്. അപ്പോൾ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ എല്ലാം യൂണിയൻ എവിടെ ഉണ്ടായിരിക്കും? ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഓൾജിബ്രയിൽ ഉണ്ടായിരിക്കും, അതായത് B1 ബാറിലുണ്ടായിരിക്കും ആണല്ലോ.
സോ ദിസ് യൂണിയൻ ഓഫ് ദീസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ഈസ് ഇൻ B1 ബാർ. ഇനി ഞാൻ ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽസിൻ്റെ യൂണിയൻ എടുത്താൽ ദിസ് ഇസ് ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ AB ആയിരിക്കും. അതായത് ഈ ഒരു യൂണിയൻ എടുക്കുമ്പോൾ as n tends to infinity ഈ ഒരു സൈഡിൽ നിന്ന് ഇത് എങ്ങോട്ട് ടെൻഡ് ചെയ്യും, എയിലോട്ടും B-1/n എങ്ങോട്ട് ടെൻഡ് ചെയ്യും, ബിയിലോട്ടും ടെൻഡ് ചെയ്യും. എന്നാൽ എയും ബിനെയും ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുമില്ല. സോ എന്താണ് ടെൻഡ് ചെയ്യുക ചെയ്യുന്നത്. സോ ദിസ് യൂണിയൻ വിൽ ബി ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ AB. അപ്പോൾ നമുക്കറിയാം ഈ ഒരു യൂണിയൻ B1 ബാറിൽ ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ആ യൂണിയൻ ഈക്വൽ ടു ഓപ്പൺ ഇൻ്റർവെൽ AB ആയതുകൊണ്ട് ഓപ്പൺ ഇൻ്റർവെൽ AB എവിടെ ഉണ്ടായിരിക്കും, B1 ബാറിൽ ഉണ്ടായിരിക്കും. ഞാനിവിടെ ആർബിട്രേറ്റ് 2 പോയിൻറ്റ്സാണ് AB എടുത്തിരിക്കുന്നത്. സോ ഞാൻ ഏത് ഓപ്പൺ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും ആ ഓപ്പൺ ഇൻ്റർവെൽ എല്ലാം എവിടെ ഉണ്ടെന്ന് കിട്ടും, നമ്മൾക്ക് B1 ബാറിലുണ്ടെന്ന് കിട്ടും. അപ്പോൾ ഈ ഓപ്പൺ ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഓൾജിബ്ര എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, ഈ B1 ബാറിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും അല്ലേ. സോ B bar is the sigma algebra generated by the open intervals in R. Therefore B bar is contained in B1 bar അല്ലേ. നമ്മൾ മുൻപേ പ്രൂവ് ചെയ്തത് പ്രകാരം ജനറേറ്റഡ് ബൈ എ സെറ്റ് പ്രൂവ് ചെയ്തില്ലായിരുന്നോ, അവിടെ പ്രൂവ് ചെയ്തിരിക്കുന്ന പ്രകാരം എനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സിഗ്മ ഓൾജിബ്ര എക്സ് ബാർ എടുത്താലും ഈ എക്സ് ബാറിൻ്റെ അകത്ത് എന്ത് കണ്ടെയ്ൻഡ് ആയിരിക്കും, എക്സ് ബാർ ടിൽഡ കണ്ടെയ്ൻഡ് ആയിരിക്കും. അതുപോലെ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത് സിഗ്മ ഓൾജിബ്ര എടുത്താലും അതിൽ B ബാർ കണ്ടെയ്ൻഡ് ആയിരിക്കും, ബോറൽ ഓൾജിബ്ര കണ്ടെയ്ൻഡ് ആയിരിക്കും. സോ B ബാർ ഈസ് കണ്ടെയ്ൻഡ് ഇൻ B1 ബാർ ഓൾസോ. ഇനി ഞാൻ എന്ത് കൺസിഡർ ചെയ്യുന്നു, ഈ ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുന്നു. ഓപ്പൺ ഇൻ്റർവെൽ എങ്ങനെയാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്, 2 പോയിൻറ്റ്സ് AB ചൂസ് ചെയ്തു. A-1/n എന്ന് പറയുന്നേരം ഇങ്ങനെ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യും അല്ലേ, A-1/n. B+1/n എന്ന് പറയുന്നത് ഈ റൈറ്റിലോട്ട് മാറിയിട്ടുള്ളൊരു പോയിൻ്റ് ആയിരിക്കും. ഇത്തരത്തിലുള്ള ഓപ്പൺ ഇൻ്റർവെല്ലാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫോർ ഈച്ച് n ഞാൻ ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ ദ സീക്വൻസ് ഓഫ് ഇൻ്റർവെൽസ് ഇൻ ദിസ് ഫോം A-1/n B+1/n. അപ്പോൾ ഇത് ഇവിടെ ഉണ്ട്, B ബാറിലുണ്ട്. കാരണം B ബാർ ഓപ്പൺ ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഓൾജിബ്ര ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്കറിയാം, ഞാൻ മുൻപേ പ്രൂവ് ചെയ്തത് പ്രകാരം ഈ ഓപ്പൺ ഇൻ്റർവെൽസിൻ്റെ എല്ലാം ഇൻ്റർസെക്ഷൻ എവിടെ ഉണ്ടായിരിക്കും, B ബാറിലുണ്ടായിരിക്കും അല്ലേ. സോ ദ ഇൻ്റർസെക്ഷൻ ഓവർ n A-1/n B+1/n ബിലോങ്സ് ടു B ബാർ. ഇനി ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ഓപ്പൺ ഇൻ്റർവെൽ, ഇതിലെല്ലാം തന്നെ ക്ലോസ്ഡ് ഇൻ്റർവെൽ AB കണ്ടെയ്ൻഡ് ആണ് അല്ലേ. ക്ലോസ്ഡ് ഇൻ്റർവെൽ AB ഈസ് കണ്ടെയ്ൻഡ് ഇൻ വാട്ട്, ഓപ്പൺ ഇൻ്റർവെൽ A-1/n B+1/n ഫോർ ഓൾ n ആണ്. ഇപ്പം ഞാൻ ഇത്തരത്തിലുള്ള എല്ലാ ഇതിൻ്റെയും ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൽ എന്ത് കണ്ടെയ്ൻഡ് ആയിരിക്കും, ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ കണ്ടെയ്ൻഡ് ആയിരിക്കും അല്ലേ. സോ ഈ ഒരു ഇൻ്റർസെക്ഷൻ അതായത് കണ്ടെയ്ൻഡ് ആയിരിക്കുന്നതല്ല, ഈക്വൽ ആയിരിക്കും. ദിസ് ഇസ് ഈക്വൽ ടു ദിസ് ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയിരിക്കും. കാരണം as n tends to infinity നമ്മൾക്ക് എന്താണ് A-1/n എയിലോട്ടും B+1/n ബിയിലോട്ടും മൂവ് ചെയ്യും അല്ലേ. എന്നിപ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷൻ എന്തിന് ഈക്വൽ ആയിരിക്കും, ക്ലോസ്ഡ് ഇൻ്റർവെൽ ABക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഇൻ്റർസെക്ഷനാണ് നമുക്ക് B ബാറിലുണ്ടെന്ന് കിട്ടിയത്. സോ നമ്മൾക്ക് എന്താണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ AB എവിടെ ഉണ്ടെന്ന് കിട്ടി, ബോറൽ ആൾജിബ്രയിൽ ഉണ്ടെന്ന് കിട്ടി. ഇത്തരത്തിൽ ഞാൻ ഏത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാലും, ഞാനിത് ആർബിട്രേറ്റ് 2 പോയിൻറ്റ്സ് എടുത്ത് പറഞ്ഞതല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഏത് ക്ലോസ്ഡ് ഇൻ്റർവെൽ എടുത്താലും അതെല്ലാം എന്തിൽ കണ്ടെയ്ൻഡ് ആണ്, B ബാറിൽ കണ്ടെയ്ൻഡ് ആണ്. സോ സെറ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ആർ കണ്ടെയ്ൻഡ് ഇൻ വാട്ട്, ബോറൽ ആൾജിബ്ര. അപ്പോൾ ആ ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഓൾജിബ്ര എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, ബോറൽ ഓൾജിബ്രയിൽ, അതായത് B ബാറിൽ കണ്ടെയ്ൻഡ് ആയിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് B ബാർ കണ്ടെയ്ൻഡ് ഇൻ B1 ബാർ എന്ന് കിട്ടി. സെക്കൻഡ് ഇക്വേഷനായിട്ട് എന്ത് കിട്ടി, B1 ബാർ കണ്ടെയ്ൻഡ് ഇൻ B ബാർ എന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, നമ്മൾക്ക് B ബാർ ഈക്വൽ ടു B1 ബാർ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവെൽസ് ജനറേറ്റ് ചെയ്യുന്ന സിഗ്മ ഓൾജിബ്രയും ഏത് തന്നെയാണ്, ബോറൽ ഓൾജിബ്ര. അപ്പോൾ ബോറൽ ഓൾജിബ്രേനെ സെറ്റ് ഓഫ് ഓൾ ഓപ്പൺ ഇൻ്റർവെൽസും ജനറേറ്റ് ചെയ്യും, സെറ്റ് ഓഫ് ഓൾ ക്ലോസ്ഡ് ഇൻ്റർവെൽസും ജനറേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ എക്സ്റ്റൻഡഡ് റിയൽ നമ്പർ സിസ്റ്റത്തിൽ ടോപ്പോളജി എല്ലാം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സിഗ്മ ഓൾജിബ്രയും ഡിഫൈൻ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ എക്സ്റ്റൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്, ആറിൻ്റെ കൂടെ -∞ പ്ലസ് ∞ കൂടെ ആഡ് ചെയ്താൽ കിട്ടുന്ന
ആ ഒരു റിയൽ നമ്പർ സിസ്റ്റത്തിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്, അല്ലേ? സോ കൺസിഡർ ദ സെറ്റ് ഓഫ് ഓൾ എക്സ്റ്റേണൽ റിയൽ നമ്പേഴ്സ്. അതിനെയാണ് ഞാനിവിടെ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ ആർ ബാറിലൊരു സിഗ്മ ഓൾജിബ്ര ഡിഫൈൻ ചെയ്യാണ്. സിഗ്മ ഓൾജിബ്ര ഡിഫൈൻ ചെയ്യുന്നത് ആ ഒരു കളക്ഷനിൽ സിഗ്മ ഓൾജിബ്രയിൽ ഏതെല്ലാം സെറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് ഇ ബിലോങ്സ് ടു ബോറൽ സെറ്റ് ഓഫ് ആർ, എന്താണ്, ഞാനൊരു ബോറൽ സെറ്റാണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്, അതായത് ബോറൽ ഓൾജിബ്രയിലുള്ള ഒരു എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഞാൻ E1 ആയിട്ട് ഈ യൂണിയൻ സെറ്റ് സിംഗിൾട്ടൺ സെറ്റ് -∞ എന്നും, E2 എന്ന് പറയുന്നത് ഈ യൂണിയൻ സിംഗിൾട്ടൺ സെറ്റ് +∞ എന്ന് പറയുന്നതും, ആൻഡ് E3 എന്ന് പറയുന്നത് ഈ യൂണിയൻ -∞ +∞. ഓക്കെ, അപ്പോൾ ഫോർ ഈച്ച് ഇ ഇൻ ബി ബാർ ഞാൻ ബി ബാർ ടിൽഡ എന്ന് പറയുന്ന കളക്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. അപ്പോൾ ബി ബാർ ടിൽഡ എന്ന് പറയുന്ന കളക്ഷനിൽ എന്താണ് വരുന്നത്? ഇയും E1ഉം E2ഉം E3 ആണ് വരുന്നത്. ഫോർ ഈച്ച് ബോറൽ സെറ്റ് E1, E2, E3 and E are the elements in the collection. ഓക്കെ, അപ്പോൾ ആ കളക്ഷൻ ഞാൻ ഡിനോട്ട് ചെയ്യുന്നത് ബി ബാർ ടിൽഡ എന്നാണ്. അപ്പോൾ ദിസ് ഈസ് എ സിഗ്മ ഓൾജിബ്ര ഓൺ ഓവർ അല്ലെങ്കിൽ സിഗ്മ ഓൾജിബ്ര ഓഫ് സബ്സെറ്റ്സ് ഓഫ് എക്സ്റ്റെൻഡഡ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾക്കിത് സിഗ്മ ഓൾജിബ്ര ആണെന്ന് പ്രൂവ് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമുക്കറിയാം, ബോറൽ ഓൾജിബ്ര കൺസിഡർ ചെയ്യുമ്പോൾ എം ടി സെറ്റും ദ ഹോൾ റിയൽ നമ്പർ സിസ്റ്റവും ബി ബാറിലുണ്ടായിരിക്കും, അല്ലേ? ഇപ്പോൾ എം ടി സെറ്റ് ബി ബാറിലുള്ളത് കൊണ്ട് E = 5 ആയിട്ട് ചൂസ് ചെയ്യുമ്പോൾ 5 എവിടെ ഉണ്ടായിരിക്കും? അതായത് E ബിലോങ്സ് ടു ബി ബാർ ടിൽഡ ആയിരിക്കും. കാരണം എന്താണ്, ബോറൽ സെറ്റിലുള്ള എല്ലാ എലമെൻസും എവിടെ വരുന്നുണ്ട്? ബി ബാർ ടിൽഡയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് എം ടി സെറ്റും ബി ബാർ ടിൽഡയിൽ വരും. ഇനി ഞാൻ E = R എന്ന് ചൂസ് ചെയ്യുമ്പോൾ ആറും ബി ബാർ ടിൽഡയിൽ വരും. പക്ഷേ നമ്മൾക്ക് എന്താണ്, ബി ബാർ ടിൽഡയിൽ ഹോൾ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ യൂണിയൻ, അതായത് E3 = R യൂണിയൻ -∞ +∞ എടുക്കുന്നു. 6 ബോറൽ ഓൾജിബ്രയിലുള്ള, അതായത് 6 ബോറൽ സെറ്റ് ആയതുകൊണ്ട് 6 യൂണിയൻ ദിസ് -∞ +∞ എന്തിലുണ്ടായിരിക്കും? ബി ബാർ ടിൽഡയിലുണ്ടായിരിക്കും. സോ എം ടി സെറ്റും ദ ഹോൾ സെറ്റും എവിടെ ഉണ്ടെന്ന് കിട്ടി? ബി ബാർ ടിൽഡയിൽ ഉണ്ടെന്ന് കിട്ടി. ഇവിടെ എക്സ് ബാർ എന്ന് എഴുതരുതേ. ഓക്കെ, ഇനി നമ്മൾക്ക് അടുത്തത് എന്താണ്? ഏത് എലമെൻറ്റിൻ്റെയും കോംപ്ലിമെൻ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെക്കൻഡ് വൺ, ലെറ്റ് A belongs to B bar tilde. അപ്പം A belongs to B bar tilde എന്ന് പറഞ്ഞാൽ 4 കേസസ് ആണ് വരുന്നത് നമ്മൾക്ക്, അല്ലേ? A belongs to B bar ആവാം, അല്ലെങ്കിൽ A എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലാവാം, അല്ലെങ്കിൽ A എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ A എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഫോമിലായിരിക്കാം. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും വരാം നമ്മൾക്ക്. ഞാൻ ഫസ്റ്റ് കേസ് എടുക്കുന്നു. A belongs to B bar ആണെന്ന് കരുതുക. അപ്പോൾ A belongs to B bar ആണെങ്കിൽ നമ്മൾക്കറിയാം ബോറൽ സെറ്റ് അല്ലേ? അപ്പോൾ ബോറൽ സെറ്റാണ്. അപ്പോൾ ഞാൻ x-a കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ x-a ഞാൻ റിയൽ നമ്പർ സിസ്റ്റത്തിൻ്റെ കൂടെ -∞ +∞ കൂടി ആഡ് ചെയ്തതാണ് നമ്മൾക്ക് എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റം വരുന്നത്. അപ്പോൾ ഈ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റത്തിൽ എയുടെ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ആറിൽ നിന്ന് എയുടെ കോംപ്ലിമെൻ്റ് എടുക്കുക, അതിൻ്റെ കൂടെ -∞ +∞ ആഡ് ചെയ്യുക. അതായത് സപ്പോസ് ഇതായിരുന്നു എ എന്ന് കരുതുക. അപ്പോൾ ഈ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റത്തിൽ എക്സ് ആയിരുന്നല്ലോ നമ്മൾ ഡിനോട്ട് ചെയ്തത്. അപ്പോൾ x-a എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു പാർട്ടും വരും, പിന്നെ എന്താണ്, -∞ +∞ കൂടെ വരും. അപ്പോൾ എന്താണ്, ദിസ് ഇസ് ഈക്വൽ ടു R - a യൂണിയൻ +∞ -∞. ഇനി A belongs to B bar ആയതുകൊണ്ട് R - a എന്തായിരിക്കും? ബോറൽ സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു ബോറൽ സെറ്റാണ്. അപ്പോൾ നമ്മളുടെ ഡെഫിനിഷൻ പ്രകാരം ഈ യൂണിയൻ +∞ -∞ എന്ന് പറയുന്ന ഈ സെറ്റ് എവിടെ ഉണ്ടായിരിക്കും? ബി ബാർ ടിൽഡയിൽ ഉണ്ടായിരിക്കും, അല്ലേ? സോ x-a belongs to B bar tilde ആണ് ഈ കേസിൽ. ഇനി സെക്കൻഡ് കേസ് എടുക്കുക. A = a' യൂണിയൻ സിംഗിൾട്ടൺ ∞ +∞ ഈ ഫോമിലാണെന്ന് കരുതുക. വേറെ a' എന്ന് പറയുന്നത് ബോറൽ സെറ്റാണ്. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് എക്സ് മൈനസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ മൈനസ് എ ഡാഷ് യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി ആയിരിക്കും അല്ലേ? വേറെ എ ഡാഷ് ബിലോങ്സ് ടു ബി ബാർ ആയതുകൊണ്ട് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയ ആർ മൈനസ് എ ഡാഷും ബി ബാറിലുണ്ടായിരിക്കും, ബോറൽ സെറ്റ് ആയിരിക്കും അതും. അപ്പോൾ അതുകൊണ്ട് ആർ മൈനസ് എ ഡാഷ് ബോറൽ സെറ്റ് ആയതുകൊണ്ട് ആർ മൈനസ് എ ഡാഷ് യൂണിയൻ സിംഗിൾട്ടൺ മൈനസ് ഇൻഫിനിറ്റി എവിടെ ഉണ്ടായിരിക്കും? ബി ബാർ ടിൽഡയിലുണ്ടായിരിക്കും അല്ലേ? സോ എക്സ് മൈനസ് എ എന്ന് പറയുന്നത് എവിടെയുണ്ട്? ബി ബാർ ടിൽഡയിലുണ്ട്. ഇനി തേർഡ് കേസ് നോക്കിക്കേ. തേർഡ് കേസിൽ എങ്ങനെയാണ്? ബോറൽ സെറ്റ് യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഫോമിൽ വരിക. ഓക്കെ, അപ്പോൾ ഈ കേസിലാണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എ എവിടെ ഉണ്ടെന്ന് കിട്ടും? ബി ബാർ ടിൽഡയിലുണ്ടെന്ന് കിട്ടും. ദിസ് ബിലോങ്സ് ടു ബി ബാർ ടിൽഡ എന്ന് കിട്ടും. സോ തേർഡ് കേസും നമ്മൾക്കൊന്നും ഡിസ്കസ് ചെയ്യാനില്ല. ഇതേപോലെ തന്നെയാണ് ഫോർത്ത് കേസും വരുന്നത്. ഇതൊന്നും കൂടുതൽ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. ഫോർത്ത് കേസ് നോക്കിക്കേ. ഫോർത്ത് കേസിൽ നമ്മൾ ഞാൻ ഈ ബി ബാർ ടിൽഡയിൽ നിന്ന് ചൂസ് ചെയ്യുന്ന എ എന്ന് പറയുന്ന സെറ്റ് ഏത് ഫോമിൽ വരാനാണ് ചാൻസ് ഉള്ളത്? എ ഡാഷ് യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി യൂണിയൻ പ്ലസ് ഇൻഫിനിറ്റി, ഈ ഒരു ഫോമിലല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് മൈനസ് എ എന്ന് പറഞ്ഞ കോംപ്ലിമെൻ്റ് എടുക്കുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ മൈനസ് എ ഡാഷ് ആയിരിക്കും അല്ലേ? ഇനി എ ഡാഷ് ബിലോങ്സ് ടു ബോറൽ സെറ്റ് ആയതുകൊണ്ട്, അതായത് ബോറൽ ഓൾജിബ്ര ആയതുകൊണ്ട് എ ഡാഷിൻ്റെ ആറിലുള്ള കോംപ്ലിമെൻറ്റും എവിടെ ഉണ്ടായിരിക്കും? ബോറൽ ഓൾജിബ്രയിലുണ്ടായിരിക്കും. സോ ആർ മൈനസ് എ ഡാഷ് ബോറൽ ഓൾജിബ്രയിലുണ്ട്. അതുകൊണ്ട് എക്സ് മൈനസ് എ എവിടെ ഉണ്ട്? ബി ബാർ ടിൽഡയിലുണ്ട്. അതായത് അതൊരു ബോറൽ ഓൾജിബ്രയിലുള്ളൊരു സെറ്റല്ലേ, അതായത് ഇതൊരു ബോറൽ സെറ്റാണല്ലോ, അതുകൊണ്ട് അതും എവിടെ ഉണ്ട്? ബി ബാർ ടിൽഡയിലുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ്? ഏത് ബി ബാർ ടിൽഡയിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ കോംപ്ലിമെൻ്റ് എവിടെ ഉണ്ടെന്ന് കിട്ടി? ബി ബാർ ടിൽഡയിലുണ്ടെന്ന് കിട്ടി. സോ സെക്കൻഡ് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് കണ്ടീഷൻ നോക്കാം. ലെറ്റ് സീക്വൻസ് എ ആൻഡ് ബി എ സീക്വൻസ് ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി ബാർ ടിൽഡ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കേസസ് ആയിട്ടാണ് ഞാനിവിടെ പ്രൂവ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസിൽ സപ്പോസ് എ എൻ ബിലോങ്സ് ടു ബി ബാർ ഫോർ ഓൾ എൻ ആണെന്ന് കരുതുക. അതായത് ഈ എ എൻസ് എല്ലാം ബോറൽ സെറ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ ബോറൽ സെറ്റ്സിൻ്റെ എല്ലാം യൂണിയൻ എന്തായിരിക്കും? ബോറൽ സെറ്റ് ആയിരിക്കും. അതായത് അതും ബി ബാറിലുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾക്കറിയാം ബോറൽ സെറ്റ്സ് എല്ലാം തന്നെ ബി ബാർ ടിൽഡയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദിസ് യൂണിയൻ ബിലോങ്സ് ടു ബി ബാർ ടിൽഡ. ഓക്കെ, ഇനി അടുത്ത കേസ് നോക്കാം നമ്മൾക്ക്. അതായത് ഇതിൽ ഏതെങ്കിലും എ എൻസ് എല്ലാം ഏത് ഫോമിൽ വരിക? സം എ എൻസ് എന്താണ്? സം എ എൻസിൽ മൈനസ് ഇൻഫിനിറ്റി വരാം, അല്ലെങ്കിൽ പ്ലസ് ഇൻഫിനിറ്റി മാത്രമായിട്ട് വരാം, അല്ലെങ്കിൽ രണ്ടും മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും വരാം. ഇങ്ങനെ 3 കേസസ് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ നോക്കാം നമ്മൾക്ക്. If a n belongs to b bar, then write a n equal to a n dash. ഓക്കെ, ഇനി ഞാൻ ചൂസ് ചെയ്തിരിക്കുന്ന എ എന്നിൽ സം എ എന്നിൽ മൈനസ് ഇൻഫിനിറ്റി ഉണ്ട് എന്നാൽ പ്ലസ് ഇൻഫിനിറ്റി ഇല്ല എന്നാണെങ്കിൽ ആ എ എന്നിനെ എങ്ങനെ എഴുതാം? എ എൻ ഡാഷ് യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി എന്ന് എഴുതാം അല്ലേ? കാരണം നമ്മൾ അങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്, ഈ യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി. അതിൽ ഈ എന്ന് പറയുന്നത് ബോറൽ സെറ്റ് ആയിരിക്കും. ഇനി അടുത്ത ഞാൻ ചൂസ് ചെയ്യുന്ന എ എന്നിൽ എ പ്ലസ് ഇൻഫിനിറ്റി ഉണ്ട് എന്നാൽ മൈനസ് ഇൻഫിനിറ്റി ഇല്ല എന്നാണെങ്കിൽ ആ എ എന്നിനെ എങ്ങനെ എഴുതുക? എ എൻ ഡാഷ് യൂണിയൻ പ്ലസ് ഇൻഫിനിറ്റി എന്ന് എഴുതുക. വേറെ എ എൻ ഡാഷ് ഈസ് ദ ബോറൽ സെറ്റ്, ഈസ് എ ബോറൽ സെറ്റ്. ഇനി ഞാൻ ചൂസ് ചെയ്യുന്ന എ എന്നിൽ മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും ഉണ്ടെങ്കിൽ എ എന്നിനെ എങ്ങനെ എഴുതണം? എ ബോറൽ സെറ്റ് യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി എന്ന് എഴുതാം. ഓക്കെ, അതായത് മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും റിമൂവ് ചെയ്താൽ കിട്ടുന്ന എന്തായിരിക്കും? ഒരു ബോറൽ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കേസസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് കേസസ് ആയാലും ഞാൻ ഈ യൂണിയൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ യൂണിയൻ എന്ന് പറയുന്നത് ഏത് ഫോമിലാവാനാണ് ചാൻസ് ഉള്ളത്? യൂണിയൻ ഓവർ എൻ എ എൻ ഡാഷ് യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ യൂണിയൻ ഓവർ എൻ എ എൻ ഡാഷ് യൂണിയൻ പ്ലസ് ഇൻഫിനിറ്റി, അല്ലെങ്കിൽ യൂണിയൻ ഓവർ എൻ എ എൻ ഡാഷ് യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ ഈ കേസസ് എല്ലാം വരുന്നതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലായിരിക്കും യൂണിയൻ ഓവർ എൻ എ എൻ ഉള്ളത്. ഇതിൽ ഏത് ഫോം ആയാലും നമ്മൾക്ക് എന്താണ്? ഈ യൂണിയൻ ഓവർ എൻ എ എൻ ഡാഷ് എന്ന് പറയുന്നത് എന്താണ്? ബോറൽ സെറ്റാണ്. കാരണം എന്താണ്? എ എൻ ഡാഷസ് എല്ലാം ബോറൽ സെറ്റ്സ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിയനും ബോറൽ സെറ്റ് ആയിരിക്കും. സോ ഇതെല്ലാം ബോറൽ സെറ്റ് ആയതുകൊണ്ട് ഈ ഫോമിൽ എഴുതുന്ന എലമെൻറ്റ്സ് എല്ലാം എവിടെ ഉണ്ടെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ബി ബാർ ടിൽഡയിലുണ്ടെന്ന് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ദിസ് യൂണിയൻ ബിലോങ്സ് ടു ബി ബാർ ടിൽഡ. സോ ബി ബാർ ടിൽഡ ഈസ് എ സിഗ്മോ ഓൾജിബ്ര.
അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ബോറൽ ഓൾജിബ്ര കൺസിഡർ ചെയ്തു, അത് റിയൽ നമ്പർ സിസ്റ്റത്തിലാണ് ഡിഫൈൻ ചെയ്തിരുന്നത്. ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് എവിടെ ഡിഫൈൻ ചെയ്യുന്നത്, എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റത്തിൽ, അതായത് ആർ യൂണിയൻ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റിയിൽ നമ്മളൊരു സിഗ്മ ഓൾജിബ്ര ഡിഫൈൻ ചെയ്യുന്നു. ആ സിഗ്മ ഓൾജിബ്രയിൽ വരുന്ന സെറ്റ്സ് ഏതെല്ലാമാണ്, ആ സിഗ്മ ഓൾജിബ്രയിൽ വരുന്ന സെറ്റ്സ് എന്താണ്, ബി ബാറിലുള്ള എല്ലാ എലമെൻസും റിപ്പീറ്റ് ചെയ്യും. ബോറൽ സെറ്റ്സ് എല്ലാം സെറ്റ്സ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ഈ ബോറൽ സെറ്റ്സിൽ ഓരോ സെറ്റ്സിൻ്റെയും കൂടെയും മൈനസ് ഇൻഫിനിറ്റി മാത്രം യൂണിയൻ എടുത്തിട്ടുള്ളൊരു കളക്ഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്ത എന്താണ്, പ്ലസ് ഇൻഫിനിറ്റി മാത്രം യൂണിയൻ എടുത്തിട്ടുള്ളൊരു കളക്ഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്തതിൽ എന്താണ്, ബി ബാറിലുള്ള ഓരോ എലമെൻറ്റിനോടും മൈനസ് ഇൻഫിനിറ്റിയും പ്ലസ് ഇൻഫിനിറ്റിയും ആഡ് ചെയ്തിട്ടുള്ള കളക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ കളക്ഷൻ്റെയും എല്ലാ സെറ്റ്സിൻ്റെയും കളക്ഷനാണ് നമ്മൾ ബി ബാർ ടിൽഡ എന്ന് ഡിഫൈൻ ചെയ്തിരുന്നത്. ഈ ബി ബാർ ടിൽഡ ഈ എക്സ്റ്റെൻഡഡ് റിയൽ നമ്പർ സിസ്റ്റത്തിൽ സിഗ്മ ഓൾജിബ്ര ആയിരിക്കുമെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അത് എങ്ങനെയാണ് പ്രൂവ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരുന്നത്, ബി ബാർ യൂസ് ചെയ്തിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സാമ്പിൾസും പ്രോപ്പർട്ടീസ് ആയിട്ടൊക്കെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.